പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ആദ്യം മുതൽ തന്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും സദാ ഇപ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. ആമേൻ. വിശുദ്ധ വേദപുസ്തകത്തിലെ പഴയ നിയമത്തിലെ അവസാന പുസ്തകമായ മലാഖിയെ കുറിച്ചാണ് നാം ചിന്തിച്ച് വന്നത്. പഴയ നിയമത്തിൽ മലാഖിയെ കുറിച്ചുള്ള ഒരേ ഒരു പരാമർശം ഈ പ്രവചന പുസ്തകത്തിലെ 1-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ മാത്രമാണ് നാം കാണുന്നത്. ഇതിന്റെ കർത്തൃത്വം, അതുപോലെ ഇതിന്റെ കാലം എന്നിവ ഒരിക്കലും ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല. മുഴുവൻ ഗ്രന്ഥവും ഒരാൾ തന്നെ എഴുതിയെന്ന കാര്യവും വിവാദത്തിന് അതീതം തന്നെയാണ്. സംഭാഷണ ശൈലിയിൽ എഴുതപ്പെടുന്ന പ്രതിപാദന സമ്പ്രദായം പുസ്തകം മുഴുവനും വ്യാപിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. മലാഖിയെ പറ്റി മറ്റൊരു വിവരവും അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരുപോലും നമുക്ക് ലഭിച്ചിട്ടില്ല. എന്നാൽ അദ്ദേഹം ദേവാലയ സമിതിയിലെ ഒരംഗമായിരുന്നു എന്ന് യഹൂദ പാരമ്പര്യം പരിശോധിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട്. മലാഖിയുടെ കാലം കൃത്യമായി നിർണയിക്കുവാൻ സാധ്യമല്ലെങ്കിലും ആഭ്യന്തര തെളിവുകളിൽ നിന്ന് ഏകദേശമായ ഒരു തീയതി അനുമാനിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ദേശാധിപതി അല്ലെങ്കിൽ ഗവർണർ എന്ന പദം ഹഗ്ഗായി 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, 14-ാമത്തെ വാക്യം, 2-ാമത്തെ അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം എന്നീ ഭാഗങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ളതിനാൽ ഇസ്രായേൽ പേർഷ്യൻ ആധിപത്യത്തിൽ കഴിഞ്ഞിരുന്ന കാലത്ത്, അതായത് BC 539-നും 333-നും ഇടയ്ക്ക് ഈ ഗ്രന്ഥം എഴുതപ്പെട്ടിരിക്കാനാണ് സാധ്യത. 5-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ പുനഃസ്ഥാപിതമായി തീർന്ന യെരുശലേം ദേവാലയത്തിൽ ഇക്കാലത്ത് യാഗങ്ങൾ അർപ്പിക്കുന്ന പതിവുണ്ടായിരുന്നു എന്നുള്ള സൂചന 1-ാം അധ്യായത്തിന്റെ 7 മുതൽ 15-ാമത്തെ വാക്യം വരെയും 3-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിലും നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. ഇപ്രകാരം യാഗാർപ്പണ സമ്പ്രദായം പുനരാരംഭിച്ച ശേഷം ചില വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ ഗ്രന്ഥം എഴുതപ്പെടുന്നത്. അന്നത്തെ പുരോഹിതന്മാർക്ക് ഈ യാഗസമ്പ്രദായം ഒരു പഴയ പതിവായി മാറിയിരുന്നു. ആ സമ്പ്രദായത്തിൽ പല ദുഷിപ്പുകളും കടന്നുകൂടിയിരുന്നു. മാത്രമല്ല, നെഹമ്യാവ് അഭിമുഖീകരിച്ച അതേ പ്രശ്നങ്ങൾ തന്നെയാണ് മലാഖിയുടെ പ്രവചനത്തിലും നാം കാണുന്നത്. തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാവുന്നതാണ്. അതുവരെയും പരമകാരുണ്യവാനായ ദൈവം തന്റെ അദൃശ്യമായ കരങ്ങളിൽ നമ്മെ വഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ.